പ്രധാന വാർത്തകൾ. തേക്കിന്റെ നാടായ നിലമ്പൂരിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉത്തരമേഖലാ ബാലോത്സവത്തിന് ഉജ്ജ്വല തുടക്കം. കുട്ടികൾ ചോദ്യം ചോദിക്കാൻ പഠിക്കണമെന്നും അതിന് സഹായകമായ സംഘടനയാണ് പരിഷത്തെന്നും മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യം നടപ്പിലാക്കാൻ സാധിച്ച ഏക പ്രസ്ഥാനം പരിഷത്തെന്ന് ആര്യാടൻ ഷൗക്കത്ത്. വിപണിവൽക്കരണ കാലത്ത് ജീവിക്കാനുള്ള ഊർജം നൽകുന്നത് പരിഷത്തെന്ന് കവി മണമ്പൂർ രാജൻ പറഞ്ഞു. അറുന്നൂറോളം പേർക്ക് ആതിഥ്യമൊരുക്കി സ്വാഗത സംഘം. കൊച്ചുകുട്ടികളെ വിസ്മയിപ്പിച്ച് മുതുകാട്. തേക്കിന്റെ നാടായ നിലമ്പൂരിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉത്തരമേഖലാ ബാലോത്സവത്തിന് ഉജ്ജ്വല തുടക്കം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംസ്ഥാന ബാലോത്സവം ആരംഭിച്ചു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഉത്തര കേരള ബാലോത്സവ വേദി. 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള 7 ജില്ലകളിൽ നിന്നായി 500 ബാലവേദി കൂട്ടുകാരും 100 പ്രവർത്തകരുമാണ് പങ്കെടുക്കുന്നത്. കുട്ടികളുടെ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും അവകാശങ്ങളും അംഗീകരിച്ച് അവരിൽ ശാസ്ത്രബോധവും മാനവികതയും മതേതരബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ബാലവേദി കൂട്ടുകാരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ചാലിയാറിന്റെ തീരപ്രദേശമായ നിലമ്പൂരിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ബാലോത്സവത്തിൽ പങ്കെടുക്കാനായി ഇന്നലെ രാത്രി മുതൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നായി കുട്ടികളും പ്രവർത്തകരും എത്തി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കുട്ടികളാണ് തലേന്നു തന്നെ ബാലോത്സവ വേദിയിലെത്തിയത്. പരിപാടി ആരംഭിക്കുന്ന 17 രാവിലെ 10 മണിയോടെ തന്നെ മുഴുവൻ വിദ്യാർത്ഥികളും നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേർന്നു. 9 മണിക്ക് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. ബാലവേദി സംസ്ഥാന ചെയർമാൻ പ്രൊഫസർ PR രാഘവൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടി ആരംഭിച്ചത്. ശേഷം കോട്ടയ്ക്കൽ മുരളിയും സംഘവും ആലപിച്ച പാട്ടുകൂട്ടവും നടന്നു. ഈ ജന്മം തന്നെ നേടാൻ, ഈ ജന്മം തന്നെ നേടാൻ, ഈ ജന്മം തന്നെ നേടാൻ, ഈ ജന്മം തന്നെ നേടാൻ. അക്ഷരം തൊട്ടു തുടങ്ങാം നമുക്കൊരു ആകാശം വീണു കിട്ടാൻ. അക്ഷരം തൊട്ടു തുടങ്ങാം നമുക്കൊരു ആകാശം വീണു കിട്ടാൻ. ഇന്നലെയോളം കണ്ട കിനാവുകൾ ഈ ജന്മം തന്നെ നേടാൻ. ഇന്നലെയോളം കണ്ട കിനാവുകൾ ഈ ജന്മം തന്നെ നേടാൻ, ഈ ജന്മം തന്നെ നേടാൻ. അക്ഷരം തൊട്ടു തുടങ്ങാം. കുട്ടികൾ ചോദ്യം ചോദിക്കാൻ പഠിക്കണമെന്നും അതിന് സഹായകമായ സംഘടനയാണ് പരിഷത്തെന്നും മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. കുട്ടികൾ ചോദ്യം ചോദിക്കാൻ പഠിക്കണമെന്നും അതിന് സഹായകമായ സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തെന്നും പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉത്തര കേരള ബാലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്ത് അത്ഭുതം സംഭവിച്ചാലും അതിനു പിന്നിൽ ഒരു ശാസ്ത്രമുണ്ടെന്ന് തെളിയിക്കുന്ന സംഘടനയാണ് പരിഷത്ത്. നിഷ്കളങ്കമായ മനസ്സുകൾക്ക് ചോദ്യം ചോദിക്കാനാവൂ. കാണേണ്ടത് കാണാനും പറയേണ്ടത് പറയാനുമുള്ള വേദിയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു പുതിയ ലോകം സൃഷ്ടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നും അതിന് സാധിക്കട്ടെ എന്നും മുതുകാട് ആശംസിച്ചു. ആ വ്യക്തി എന്ന് പറയുന്നത് അന്ന് അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ന്യൂറോ സർജൻ കാൾട്ടൺ ആംസ്ട്രോങ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ന്യൂറോ സർജൻ ആയിരുന്നു. അദ്ദേഹം കുട്ടിയെ കൂട്ടുകൊണ്ടുപോയി ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തലയിലെ ഓപ്പറേഷൻ ചെയ്ത് മുഴ നീക്കം ചെയ്ത് ആ കുട്ടിയുടെ അച്ഛന് വീണ്ടും ജീവിക്കുവാനുള്ള അവസരം നൽകി എന്നുള്ളതാണ് കഥയുടെ ചിത്രം. ഞാനിവിടെ പറഞ്ഞു വന്നത്, നിഷ്കളങ്കമായ മനസ്സുകൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധിക്കും. ആ ചോദ്യങ്ങൾ കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവൻ നിങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ചോദിച്ചവർ മാത്രമേ, ചോദ്യം ചോദിച്ചവർ ആളുകൾ മാത്രമേ വളർന്നിട്ടുള്ളൂ. അതിനുശേഷം ഗോപിനാഥ് മുതുകാട് അവതരിപ്പിച്ച മാജിക് ഷോയും നടന്നു. കുട്ടികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അദ്ദേഹം നൽകി. ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത് അധ്യക്ഷനായി. മാഗസിൻ പ്രകാശനം VM കൊച്ചുണ്ണി മാസ്റ്റർക്ക് നൽകി കവി മണമ്പൂർ രാജൻ ബാബു നിർവഹിച്ചു. പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി TK ദേവരാജൻ, പ്രസിഡന്റ് KT രാധാകൃഷ്ണൻ, സജി ജേക്കബ്, C വിജയകുമാർ, കവി MM സജീന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു. സംഘാടക സമിതി ജനറൽ കൺവീനർ K അരുൺകുമാർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ C ബാലഭാസ്കരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പരിഷത്തിന്റെ 50ാം വാർഷികത്തിന്റെ പ്രതീകമായി 50 ബലൂണുകൾ ആകാശത്തേക്ക് പറത്തിയത് ശ്രദ്ധേയമായി. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യം നടപ്പിലാക്കാൻ സാധിച്ച ഏക പ്രസ്ഥാനം പരിഷത്ത് എന്ന് ആര്യാടൻ ഷൗക്കത്ത്. പിന്നെ ഞാൻ പരിഷത്തിലൂടെയാണ് സത്യം പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ നോക്കിക്കണ്ടത്. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന കൃത്യമായ മുദ്രാവാക്യം പറയുവാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കുവാൻ സാധിച്ച ഒരേ ഒരു പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. വിപണിവൽക്കരണ കാലത്ത് ജീവിക്കാനുള്ള ഊർജം നൽകുന്നത് പരിഷത്തെന്ന് കവി മണമ്പൂർ രാജൻ ബാബു. ബാലോത്സവ ഉദ്ഘാടന ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെ നിഷ്കളങ്കമായ ചിരിയിൽ നിന്നും പ്രത്യേകം ഊർജം നമുക്ക് ലഭിക്കും. ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്നും സമൂഹത്തെ ഉയർത്തുന്നതിന് ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി യോജിച്ചു പോകണം. താൻ പരിഷത്ത് പ്രവർത്തകനല്ലെങ്കിലും പരിഷത്തിന്റെ ആരാധകനും അഭ്യുദയകാംക്ഷിയുമാണ്. ഒരുപാട് പാട്ടുകളും മറ്റുമായി തനിക്ക് ജീവിക്കാനുള്ള അവസരം ഒരുക്കി തന്നത് പരിഷത്താണെന്നും മണമ്പൂർ രാജൻ ബാബു പറഞ്ഞു. പള്ളിക്കൂടം വിട്ടു വന്നപ്പോളം മിണി പൂവൻ കോഴിയെ കണ്ടില്ല. പള്ളിക്കൂടം വിട്ടു വന്നപ്പോളം മിണി പൂവൻ കോഴിയെ കണ്ടില്ല. കിന്നരി തൊപ്പിയുള്ള അങ്കവാലുള്ള കൊച്ചുമീടുക്കനെ കണ്ടില്ല. കിന്നരി തൊപ്പിയുള്ള അങ്കവാലുള്ള കൊച്ചുമീടുക്കനെ കണ്ടില്ല. കൊക്കോരോ പാടി പരവേൽപ്പു നൽകുന്ന കുക്കുടവീരനെ കണ്ടില്ല. കൊക്കോരോ പാടി പരവേൽപ്പു നൽകുന്ന കുക്കുടവീരനെ കണ്ടില്ല. 600ഓളം പേർക്ക് ആതിഥ്യമൊരുക്കി സ്വാഗത സംഘം. 600ഓളം പേർക്ക് ആതിഥ്യമൊരുക്കി ബാലോത്സവ സ്വാഗത സംഘം. 500 ബാലവേദി കൂട്ടുകാർ, 100 പ്രവർത്തകർ. ഇവരെയൊക്കെ സ്വീകരിക്കാനും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും മലപ്പുറം ജില്ലയിലെ പരിഷത്ത് പ്രവർത്തകർ കൈമൈ മറന്ന് പ്രവർത്തിക്കുകയാണ്. യുവസംഗമം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് സ്വാഗത സംഘത്തിന് വേണ്ടി നടക്കുന്നത്. ബാലവേദി സംസ്ഥാന കൺവീനർ P രമേഷ് കുമാർ, ബാലോത്സവം സംഘാടക സമിതി ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത്, ജനറൽ കൺവീനർ K അരുൺകുമാർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ C അഷ്റഫ്, കൺവീനർ C ബാലഭാസ്കരൻ, പരിഷത്ത് ജില്ലാ സംസ്ഥാനതല പ്രവർത്തകർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനം സ്വാഗത സംഘത്തിന് മിഴിവേകുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി TK ദേവരാജനും പ്രസിഡന്റ് KT രാധാകൃഷ്ണനും പ്രവർത്തകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കൂടെയുണ്ട്.
കൊച്ചുകുട്ടികളെ വിസ്മയത്തിന്റെയും അത്ഭുതത്തിന്റെയും ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുകയായിരുന്നു പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. തിരക്കിനിടയിലും പരിഷത്തിന്റെ ബാലോത്സവ വേദിയിൽ എത്താൻ അദ്ദേഹത്തിന് ഏറെ താല്പര്യമായിരുന്നു. തന്റെ ജന്മദേശമായ നിലമ്പൂരിൽ എത്തിയ കുട്ടികളെ അമ്പരപ്പിക്കുന്ന മാജിക് ഷോയുമായാണ് മുതുകാട് രംഗത്തെത്തിയത്. നീണ്ട കരഘോഷത്തോടെയാണ് മുതുകാടിന്റെ ഓരോ നീക്കവും കുട്ടികളും പ്രവർത്തകരും വരവേറ്റത്. താഴെയിടാതെ പിന്നിലേക്ക് പോട്ടെ. ഇനി അവിടെ ഒരു പിടിച്ചിരുന്നാ മതി. ആ ബോക്സ് അവിടെ പിടിച്ചിരുന്നാ മടിയിൽ വെച്ചോളൂ. ഓൾ റൈറ്റ്. വിവിധ വിഷയമേഖലകൾക്ക് ആവേശകരമായ തുടക്കം. സംസ്ഥാന ബാലോത്സവത്തിന് എത്തിച്ചേർന്ന 500 വിദ്യാർത്ഥികൾ 11 വിഷയമേഖലകളിലായാണ് പരിശീലനം തേടുന്നത്. ഭാഷ, ഓല, ഒറിഗാമി, ഗണിതം, IT, ചിത്രം, അഭിനയം, പാവ, കളിപ്പാട്ടം, പരീക്ഷണങ്ങൾ, ശില്പം എന്നീ ലോകങ്ങളാണുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തേക്കിന്റെ നാടായ നിലമ്പൂരിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉത്തരമേഖലാ ബാലോത്സവത്തിന് ഉജ്ജ്വല തുടക്കം. കുട്ടികൾ ചോദ്യം ചോദിക്കാൻ പഠിക്കണമെന്നും അതിന് സഹായകമായ സംഘടനയാണ് പരിഷത്തെന്നും മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യം നടപ്പിലാക്കാൻ സാധിച്ച ഏക പ്രസ്ഥാനം പരിഷത്തെന്ന് ആര്യാടൻ ഷൗക്കത്ത്. വിപണിവൽക്കരണ കാലത്ത് ജീവിക്കാനുള്ള ഊർജം നൽകുന്നത് പരിഷത്തെന്ന് കവി മണമ്പൂർ രാജൻ പറഞ്ഞു. അറുന്നൂറോളം പേർക്ക് ആതിഥ്യമൊരുക്കി സ്വാഗത സംഘം. കൊച്ചുകുട്ടികളെ വിസ്മയിപ്പിച്ച് മുതുകാട്. കഴിഞ്ഞു. നമസ്കാരം.